ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ഞങ്ങൾ പോയിട്ട് വരട്ടെ രാധമ്മേ. ശരി മോളെ, ഇന്നിപ്പോ അവിടെയല്ലേ, നാളെയല്ലേ തിരിച്ചു വരൂ? അതെ, നാളെ വരും. ഞങ്ങൾക്കിന്ന് വേറെ ചില പ്രോഗ്രാംസ് ഉണ്ട്. തിരിച്ചു വരുമ്പോ എല്ലാം പറയാം. ഒന്ന് പ്രാർത്ഥിക്കണേ രാധമ്മേ. ശരി മക്കളെ. ശരി അമ്മേ. അമ്മേ, നമുക്ക് ഒരിടം വരെ പോണം. അമ്മ കൂടി ഞങ്ങളുടെ കൂടെ വരണം. എങ്ങോട്ടാ മോളെ? തൽക്കാലം ജഗനങ്ങളുടെ അടുത്തേക്ക്. ജഗനങ്ങളുടെ അടുത്തോ? അതെന്തിനാ? അമ്മ വാ, എല്ലാം പോകുന്ന വഴിക്ക് ഡീറ്റെയിൽ ആയിട്ട് പറയാം. കാര്യം പറയും മക്കളെ. എവിടെയാ പോകുന്നേ, എന്തിനാ പോകുന്നേന്ന് എനിക്കും അറിയണ്ടേ. ഞങ്ങൾ അമ്മയുടെ മക്കളല്ലേ, ഞങ്ങൾ അമ്മയെ കുഴപ്പത്തിൽ കൊണ്ടുവന്ന് ചാടിക്കോ? എന്നാലും എന്തിനാന്ന് ഞാനും കൂടി ഒന്ന് അറിയണ്ടേ. അമ്മേ, വർമ്മ സാറും അമ്മയും തമ്മിലുള്ള അകൽച്ച മാറണം. അതിനാദ്യം തിരുത്തേണ്ടത് വർമ്മ സാറിന്റെ തെറ്റിദ്ധാരണകളാണ്. അതിന് നിങ്ങളെന്താ ചെയ്യാൻ പോകുന്നത്? ഈ തെറ്റിദ്ധാരണകൾ നീങ്ങണമെങ്കിൽ ജഗനങ്ങളുടെ സഹായം കൂടി വേണമല്ലോ. അതിന് ഞാൻ ഋതുവും കൂടി ചില പ്ലാനുകൾ തയ്യാറാക്കിയിട്ടുണ്ട്. അമ്മ കൂടെ വന്നാ മതി. അമ്മ, എല്ലാം ഞങ്ങൾ ഓപ്പറേറ്റ് ചെയ്തോളാം. അമ്മ ഒന്ന് കൂടെ നിന്നാ മാത്രം മതി. പ്രതാപേട്ടന്റെ തെറ്റിദ്ധാരണകളൊന്നും മാറാൻ പോകുന്നില്ല. മാറും അമ്മേ, ഇല്ലെങ്കിൽ മാറ്റണം. അതിനല്ലേ ഞങ്ങൾ ഈ പ്ലാനൊക്കെ തയ്യാറാക്കുന്നത്. എല്ലാ മിസ്അണ്ടർസ്റ്റാൻഡിങ്ങും മാറി വർമ്മ സാറും അമ്മയും ഒരുമിച്ച് ജീവിക്കണം. അത് ഞങ്ങൾക്ക് കാണണം. മിസ്അണ്ടർസ്റ്റാൻഡിംഗ് ഒന്നും മാറുമെന്ന് എനിക്ക് വിശ്വാസമില്ല. അഥവാ അത് മാറിയാലും ഞാൻ ഇനി പ്രതാപേട്ടനോടൊപ്പം ജീവിക്കാനില്ല. കൗരവ സദസ്സിൽ മാത്രമേ ദ്രൗപദി നാണം കെടുത്തിയിട്ടുള്ളൂ. എന്നെ നാടൻപാട് നാണം കെടുത്തിയ മനുഷ്യനാ പ്രതാപേട്ടൻ. അമ്മ, അതൊന്നും മനഃപൂർവ്വം അല്ലല്ലോ. അംബികയുടെ ചതയിൽ വീണുപോയതുകൊണ്ടല്ലേ. എന്റെ അമ്മ എന്റെ അച്ഛനെ ചതച്ചിട്ടില്ല എന്നുള്ള സത്യം അച്ഛൻ തിരിച്ചറിയണം. അമ്മയെ തെറ്റിദ്ധരിച്ചതിന് അച്ഛന് കുറ്റബോധം ഉണ്ടാവണം. അതിലൊക്കെ ഉപരി ഒരു തെറ്റും ചെയ്യാത്ത അമ്മ നിരപരാധിയാണെന്നുള്ള സത്യം വർമ്മ സാറും മറ്റുള്ളവരും മനസ്സിലാക്കണം. പിന്നെ അംബിക അമ്മയോടുള്ള കണക്ക്, അത് ഞങ്ങൾ രണ്ടുപേരും തീർത്തോളാം. അമ്മേ, എല്ലാം ഒന്ന് കലങ്ങി തെളിയണ്ടേ അമ്മേ? ശരി, ഞാൻ വരാം. അഗ്നിശുദ്ധി വരുത്തി തിരികെ വരാനുള്ള അവസരമാ ദൈവം തരുന്ന. അത് പാഴാക്കുന്നില്ല. നിങ്ങൾ വാ.